കച്ചവടക്കാര്, ഇതൊരു ദേവാലയമാണ്. നിങ്ങളുടെ അട്ടഹാസങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ ശല്യപ്പെടുത്തുന്നു. ശല്യമാണെങ്കിൽ വല്ല മരുഭൂമിയിലോ മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിക്കണം. ഇത് ഞങ്ങളുടെ വാണിഭ കേന്ദ്രമാണ്. ഇവിടെ ഞങ്ങൾ എതിർക്കാൻ വന്നാലുണ്ടല്ലോ. നിങ്ങൾ ഈ ചെയ്യുന്നത് അനീതിയാണ്. ദൈവത്തിന്റെ ആലയം കച്ചവട കേന്ദ്രമാക്കരുത്. അത് പാവമാണ്. നാവിട്ടലകയാണ് നായ. ഞങ്ങളുടെ വ്യാപാരം കഴിഞ്ഞു നിന്റെയൊക്കെ പ്രാർത്ഥന എതിർക്കാൻ നിന്നാലുണ്ടല്ലോ, നിന്റെ നാവ് ഞങ്ങൾ പിടിച്ചെടുക്കും. 10 ആനപ്രാവുകൾക്ക് 5 ലിറ, 10 വെള്ളരിപ്രാവുകൾക്ക് 5 ലിറ. ജെറുസലേം നഗരത്തിലെ ഈ ദേവാലയം വ്യാപാരത്തിന് പ്രസിദ്ധമാണ്. അതില്ലാതാക്കാൻ വരുന്നവരൊന്നും ജീവനോടുണ്ടെന്ന് പോയിട്ടില്ല. ഒരു കോടി കാളകൾക്ക് 100 ലീറ, 100 ലീറ, 100 ലീറ. എല്ലാവരും കേൾക്കാനാണ് പറയുന്നത്. നിന്റെയൊക്കെ രക്തം വീണ് ജെറുസലേം ദേവാലയം മലിനമാകാതിരിക്കണമെങ്കിൽ അടങ്ങി ഒതുങ്ങി ആരാധിച്ചു പോകണം. ഞങ്ങളെ നിയന്ത്രിക്കാൻ പുരോഹിതന്മാർ പോലും ധൈര്യപ്പെടില്ല. പിന്നെ അല്ലേ ഇത്തിരി പോകുന്ന വിശ്വാസി കൂട്ടങ്ങൾ. പൊട്ടടാ, പോയി രക്ഷപ്പെട്ടോ. വിളച്ചിലെടുത്താ പിടിച്ച് ലേലം ചെയ്ത് നിന്നെയും ഞങ്ങൾ വിളിക്കും. പോടാ, പൊട്ടടാ, പോടാ. അവളെ ഇങ്ങോട്ട് നീക്കി നിർത്തണം. എല്ലാവരും കാണട്ടെ. ഇവൾ 18 തികഞ്ഞ കന്യക. ആർക്ക് വേണമെങ്കിലും ഇവളെ സ്വന്തമാക്കാം. പരസ്യലേലം ആരംഭിക്കുന്നു. ഈ കന്യകയെ അടിമയാക്കി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വരുവിൻ, ലേലത്തിൽ പങ്കുചേരുവിൻ. വരുവിൻ, വരുവിൻ, വരുവിൻ. 18 തികഞ്ഞ കന്യക 100 ലീറ, 100 ലീറ, 150 ലീറ, 150 ലീറ, 200 ലീറ, 200 ലീറ. പണം കടം വാങ്ങി നിന്ന് സുഖിക്കുമ്പോൾ ഓർക്കണം, 3 അവധികൾ നിനക്ക് ഞാൻ തന്നില്ലേ. ഇനി നിനക്ക് മാപ്പില്ല. എന്റെ പണം ഞാൻ ഇവളെ വിറ്റ് നേടിക്കൊള്ളാം. 400 ലീറ, 400 ലീറ, 400 ലീറ, 400 ലീറ, 400 ലീറ. എന്റെ പൊന്നുമോൾ നിരപരാധിയാണ്. പണം വാങ്ങിയത് ഞാനല്ലേ. ഞാൻ നിങ്ങളുടെ അടിമയായിക്കോളാം. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തതിന്റെ അടിമയാക്കിയിട്ടെന്തിനാ? വയസ്സുകാലത്ത് ശുശ്രൂഷിക്കാനുള്ള പണിയെടുപ്പിക്കാൻ അടിമ. ഓടി. യജമാനനെ, എന്നോട് കരുണ കാണിക്കണം. എന്റെ കുഞ്ഞിനെ വിൽക്കരുത്. ആര് നിൽക്കാനാ പറഞ്ഞത്? നിന്റെ കരച്ചിൽ കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ലടി കിഴവിത്തുള്ള. വലിച്ചു മാറ്റാവ. എന്നെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ അവൻ എന്നെ രക്ഷിക്കണം. തുണയായി ആരുമില്ലാത്ത വിധവയാണ് ഞാൻ. വാങ്ങിയ പണത്തിന് കൊള്ള പലിശ കൂട്ടി എന്റെ എല്ലാം ഇയാൾ തട്ടിയെടുത്തു. അതൊന്നും മതിയാവാതെ എന്റെ കുഞ്ഞിനെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നു. എന്റെ യഹോവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? ആരോരുമില്ലാത്തവരുടെ കരളുനൊന്നുള്ള കരച്ചിൽ നീ കേൾക്കുന്നില്ലേ? 500, 600 ലീറ, 600 ലീറ, 600 ലീറ. 18 തികഞ്ഞ കന്യകയ്ക്ക് 600 ലീറ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും വിളിക്ക് വന്നു അവളെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അയ്യോ, എന്റെ കുഞ്ഞ്, ഇവളെ രക്ഷിക്കണം. എന്നെ രക്ഷിക്കണം. കരയരുത്, എഴുന്നേൽക്ക്. നിന്റെ വിശ്വാസം സത്യമാണെങ്കിൽ നിന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. 700 ലീറ, 700 ലീറ, 700 ലീറ, 700 ലീറ. 10,000 ലീറ. എന്താണ്? 10,000 ലീറ. 10,000 ലീറ. എന്താ കേട്ടില്ലേ? അതിൽ കൂടുതൽ വിളിക്കാൻ ഇവിടെ ആരുണ്ട്? 10,000, 10,000 ലീറ, 10,000, 10,000 ലീറ. എവിടെ? ഇതാ, ഇതൊരു രക്തക്കല്ല്. ഈ കല്ലിന് 10,000-ത്തേക്കാൾ വില വരും. വച്ചോളൂ. ഭ്രാന്ത്. 18 തികഞ്ഞ കന്യകയ്ക്ക് 10,000 ലീറ. ഇയാൾക്ക് ഭ്രാന്താണ്. നിർത്ത്.
സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ലേലം ചെയ്ത് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന നിനക്കൊക്കെയാണ് ഭ്രാന്തം. പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട കർത്താവിന്റെ ആലയം വാണിഭശാലയാക്കിയ നിനക്കൊക്കെയാണ് ഭ്രാന്ത്. അവരെന്റെ സങ്കടത്തിന് നേരെ പരിഹാസ ചിരിയുതിർക്കുന്ന നിനക്കും നിന്റെ കൂട്ടാളികൾക്കുമാണ് ഭ്രാന്ത്. അവസാനിക്കാറായി, എല്ലാം അവസാനിക്കാറായി. പാപത്തിൽ മുങ്ങിയ ശക്തിദുർഗങ്ങളെല്ലാം തച്ചുടയ്ക്കാൻ, കർത്താവിന്റെ ആലയം കച്ചവട കേന്ദ്രമാക്കിയ സാത്താന്റെ കിങ്കരന്മാരെ അട്ടിപ്പായിക്കാൻ രക്ഷകൻ പിറന്നിരിക്കുന്നു. ലോകരക്ഷകൻ ജന്മമെടുത്തിരിക്കുന്നു. രാജാതിരാജൻ പൂജാതൻ. ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്കരെ പാടുവിൻ, കിന്നരങ്ങൾ വീട്ടി സന്തോഷിച്ച് തിമർക്കുവിൻ. രാജാതിരാജൻ ഭൂജാതനായിരിക്കും. സന്മനസ്സുള്ളവർക്കെല്ലാം ഭൂമി സംഗത